തുർക്കിയിലെ പ്രസിഡന്റായ റജബ് തയ്യിബ് എർദോഗൻ തൻ്റെ രാഷ്ട്രീയ എതിരാളിയെ തുറങ്കിലടച്ചിരിക്കുന്നൊരു വാർത്തയാണ്. വളരെ പ്രകോപനപരമായിട്ടുള്ളൊരു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത്. വലിയ പ്രതിഷേധമാണ് തുർക്കിയിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. ഇസ്താംബുൾ മേയറായ എക്രem ഇമാമോഗ്ലു എന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, അദ്ദേഹം വലിയൊരു നേതാവാണ്, വലിയ ഒരു രാഷ്ട്രീയ പ്രതിയോഗി തന്നെയായിരുന്നു എർദോഗന്. അദ്ദേഹത്തെയാണ് തുറങ്കലിൽ അടച്ചിരിക്കുന്നത്. ഈ 2028 നടക്കുന്ന തിരഞ്ഞെടുപ്പിലേക്ക് എർദോഗൻ്റെ എതിരാളിയായി വരേണ്ട ആളായിരുന്നു അദ്ദേഹം. റിപ്പബ്ലിക്കൻ പീപ്പിൾസ് പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു അദ്ദേഹം വരേണ്ടത്, പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട്. ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കുന്നതിനായി വിദേശകാര്യ വിദഗ്ധനായിട്ടുള്ള ശ്രീ മോഹൻ വർഗീസ് നമ്മോടൊപ്പം ചേരുകയാണ്. സ്വാഗതം സാർ. കേൾക്കാമോ? ഓക്കെ. ഈ തുർക്കിയിലെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എർദോഗൻ ഒരു ഏകാധിപതിയായിട്ട് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളെയൊക്കെ നിശബ്ദരാക്കിക്കൊണ്ട് അദ്ദേഹം തുറങ്കലടയ്ക്കുന്നത്, തനിക്ക് ഒരു എതിരാളിയെ ഇല്ല എന്നൊരു മട്ടിൽ അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. യൂറോപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തുർക്കി യൂറോപ്പിൻ്റെ ഭാഗമാണെങ്കിൽ കൂടിയും, ആ ഭാഗത്തുള്ള ഒരു രാജ്യമാണെങ്കിൽ കൂടിയും, ഒരു ഏകാധിപത്യ രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്കാണ് ആ രാജ്യം മുന്നോട്ട് പോകുന്നത്. ഈ എർദോഗൻ്റെ ഈ നിലപാട് എത്രത്തോളം മാറ്റങ്ങളാണ് ഇനി വരുന്ന തുർക്കിയുടെ രാഷ്ട്രീയ ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്നത്? തികച്ചും ഏകാധിപത്യ നിലപാടാണ് എർദോഗൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഉരുക്കുമുഷ്ടി കൊണ്ട് ടർക്കിയെ കഴിഞ്ഞ 22 വർഷത്തോളമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന എർദോഗൻ ഇപ്പോൾ ഒരു പ്രത്യേക ദിശാസന്ധിയിൽ എത്തി നിൽക്കുകയാണ്. 2028 അടുത്ത തെരഞ്ഞെടുപ്പ് വരേണ്ടത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം 71 വയസ്സുകാരനായ എർദോഗൻ വീണ്ടും ഒരു ടേം കൂടി ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതിയോഗികളെ പൂർണ്ണമായി എലിമിനേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് യാതൊരു എതിർപ്പുമില്ലാതെ തുടർച്ചയായി ഭരണത്തിലെത്താനുള്ള നീക്കങ്ങളാണ്. നമുക്കറിയാം, ടർക്കിയെ സംബന്ധിച്ചിടത്തോളം ടർക്കിയുടെ 12ാമത്തെ പ്രസിഡന്റാണ്, ആധുനിക ടർക്കിയുടെ 12ാമത്തെ പ്രസിഡന്റാണ്. ഇപ്പൊ ഏറ്റവും വലിയ കമാൽ അറ്റാറ്റുർക്ക് എന്ന് പറയുന്ന വലിയ ഒരു നേതാവ്, അദ്ദേഹമാണ് ടർക്കിയുടെ ആധുനിക ടർക്കിയുടെ സൃഷ്ടി. ഒരു യൂറോപ്യൻ ഒരു രീതിയിലേക്ക് ടർക്കിയെ കൊണ്ടുവന്നത് അദ്ദേഹം. ഇപ്പോഴും ടർക്കിയുടെ ഭൂപ്രദേശത്തിന്റെ ഒരു 90% ഏഷ്യയിലും 10% മാത്രം യൂറോപ്പിൽ. പക്ഷെ ജനസംഖ്യയുടെ നല്ലൊരു പങ്ക് യൂറോപ്പിലാണ്. അപ്പൊ പൂർണ്ണമായി യൂറോപ്യൻ സംസ്കാരത്തിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ചില ഏകാധിപത്യ പ്രവണതകൾ ടർക്കിയിൽ മാറിയും മറിഞ്ഞും കാട്ടുന്നത്. ടർക്കി വലിയ തോതിലുള്ള സാമ്പത്തിക അരാജകത്വം ഉണ്ടായിരുന്ന സമയത്താണ് എർദോഗൻ ചുമതല ഏറ്റെടുക്കുന്നത്. അദ്ദേഹം വളരെ ശക്തമായി ടർക്കിയെ മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ടർക്കിഷ് ലീറയുടെ വാല്യൂ വളരെ വലിയ തോതിൽ ഇടിയുകയും ടർക്കി വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെടുകയും ചെയ്തു. പക്ഷേ ഉരുക്കുമുഷ്ടി കൊണ്ടാണ് അദ്ദേഹം ഈ പ്രതിസന്ധികളെ എല്ലാം തന്നെ നേരിട്ടത്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു തീവ്ര ഇസ്ലാമിസ്റ്റ് ഷിഫ്റ്റിലേക്ക് ടർക്കി പോവുകയാണ്. ഒരു മതനിരപേക്ഷ ഒരു കാഴ്ചപ്പാടിന് വളരെ പ്രസിദ്ധമായിരുന്നു ടർക്കി ഒരു വഹാബി ഇസ്ലാം അല്ലെങ്കിൽ തീരെ ഒബ്സ്ക്യുറാന്റിസ്റ്റ് ഒരു മെത്തേഡിലേക്ക് ആയിരുന്നില്ല. ഒരു തീവ്ര റാഡിക്കൽ ഇസ്ലാമിന്റെ വലിയ വളക്കൂറുള്ള മണ്ണായിരുന്നില്ല ടർക്കി. ഒരു പുരോഗമനവാദം, കലാസാഹിത്യ വാസനകൾ, ഒരുപാട് വലിയ സിവിലൈസേഷന്റെ സീറ്റ് കൂടിയായിരുന്നു ടർക്കി. അതുകൊണ്ട് അങ്ങനെ ഒരു റൈറ്റ് വിങ് ഷിഫ്റ്റ് എർദോഗന്റെ നേതൃത്വത്തിൽ ഉണ്ടായി. അത് അധികാരത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു ഷോർട്ട് കട്ടാണ്. തന്റെ രാഷ്ട്രീയ പ്രതിയോഗികളെ വലിയ തോതിൽ എർദോഗൻ അടിച്ചമർത്തുന്നത് കണ്ടു. മാത്രമല്ല, അദ്ദേഹം മധ്യപൂർവ്വ പ്രദേശത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ നിർണായകമായി. അദ്ദേഹം കുർദ് വിപ്ലവകാരികളെ, അതായത് ടർക്കിക്കും ഇറാഖിനും സിറിയയ്ക്കും എല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുർദുകൾ, ആ മേഖലയാണല്ലോ ടർക്കിയുടെ കിഴക്കൻ മേഖലയാണ് കുർദ് മേഖല. ആ മേഖലയിലെ റിബൽസിനെ അടിച്ചമർത്താൻ വേണ്ടി അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, പിന്നെ അദ്ദേഹം അവരുമായി സന്ധി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയ ഒരു കാലഘട്ടം. ഇപ്പോഴിതാ സിറിയയുടെ ഭരണകൂടത്തെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് ബാഷർ അൽ അസദിന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാനായി സൈലന്റായി നിന്നുകൊണ്ട് ഒത്താശ ചെയ്തതും എർദോഗൻ തന്നെയാണ്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളിൽ മധ്യപൗരസ്ത്യ പ്രദേശത്തെ ഒരുപാട് സമവാക്യങ്ങളിൽ ടർക്കിയുടെ പങ്കാളിത്തമുണ്ട്. അതുമാത്രമല്ല, യൂറോപ്യൻ സമവാക്യങ്ങളിലും റഷ്യ ഉക്രൈൻ വിഷയത്തിൽ ഉൾപ്പെടെ ടർക്കി പലപ്പോഴും റഷ്യയോട് അടുപ്പം കാണിക്കുകയും അതേസമയം നെയ്റ്റോയിൽ അമേരിക്കൻ ചേരിയിൽ ഉറച്ചു നിൽക്കുകയും അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ ഉൾപ്പെടെ ടർക്കിയിൽ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു വളരെ ആശ്ചര്യജനകമായ ഒരു പോളിസിയാണ് എർദോഗന്റെ ഒരു വിദേശ നയം. അങ്ങനെയുള്ള എർദോഗനെതിരെ ആഭ്യന്തരമായി വലിയ തോതിലുള്ള ഒരു അസംതൃപ്തി മുഖുകയായിരുന്നു. അതിനെല്ലാം ചാനലൈസ് ചെയ്തുകൊണ്ട് ഇസ്താംബുൾ നഗരത്തിലെ, ടർക്കിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ് ഇസ്താംബുൾ, പണ്ടത്തെ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന
ഇന്ന് ഇസ്താംബുൾ എന്ന് പറയുന്ന ആ ഒരു നഗരത്തിന്റെ മേയർ. വളരെ ജനകീയനായ ഒരാളാണ് അദ്ദേഹം. റിപ്പബ്ലിക്കൻ പീപ്പിൾസ് പാർട്ടി എന്ന പാർട്ടിയുടെ നേതാവ് കൂടിയാണ്. CHP എന്ന് പറയും. അദ്ദേഹം വളരെ വളരെ പുരോഗമനവാദിയായ ഒരാളാണ്. ജനങ്ങൾക്ക് മുമ്പിൽ എടുത്തു കാട്ടാൻ പറ്റുന്ന അടുത്ത 2028 തെരഞ്ഞെടുപ്പിൽ, പൊതു തെരഞ്ഞെടുപ്പിൽ എർദോഗാനെതിരെ മത്സരിക്കുമെന്ന് കരുതപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രൈമറി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് കഴിഞ്ഞ ദിവസം. അതിൽ അദ്ദേഹം ആ ഒരു സമയം നോക്കിയാണ്, നിർണായക സമയത്താണ് അദ്ദേഹത്തെ ചില വ്യാജ കേസുകൾ ചമച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത്, അദ്ദേഹത്തിനെതിരെ വ്യാജ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് ടർക്കിഷ് ഗവൺമെന്റ്, എർദോഗാന്റെ ഗവൺമെന്റ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടയ്ക്കുന്ന കാഴ്ച കണ്ടു. അതോടുകൂടി തന്നെ ടർക്കിയിലെ നഗരങ്ങൾ, ഇസ്താംബുൾ മാത്രമല്ല തുർക്കിയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ വളരെ വലിയ തോതിലുള്ള പ്രക്ഷോഭമാണ് എർദോഗാനെതിരെ വന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി, ഈ ആളിന്റെ ഇക്രം ഇമഗോലു അല്ലെ, ഇക്രം ഇമമോഗ്ലു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി വളരെ വലിയ തോതിൽ വർദ്ധിക്കുകയും അദ്ദേഹത്തിനെ കൂടുതൽ കേസുകളിൽ പെടുത്താനായി ടർക്കിഷ് പ്രസിഡന്റ് എർദോഗാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ സംബന്ധിച്ച ഒരു കേസ് ഉണ്ടായത്. ക്വാളിഫിക്കേഷൻ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ഒരു ഡിഗ്രി ഹോൾഡറാണ്. ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയൂ എന്നാണ് ടർക്കിയിലെ നിയമം. അദ്ദേഹത്തിന്റെ ഡിഗ്രിക്ക് ചില നിബന്ധനകൾ, ചില വ്യാജ ഡിഗ്രിയാണ് അദ്ദേഹത്തിനുള്ളത് എന്ന് ഇസ്താംബുൾ യൂണിവേഴ്സിറ്റി നൽകിയ ഡിഗ്രിയിൽ അപാകതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഡിഗ്രി ഇപ്പോൾ വിത്ത്ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ മറ്റൊരു കേസ് കൂടി വരികയാണ്. അദ്ദേഹത്തെ അയോഗ്യനാക്കാൻ എല്ലാ ശ്രമവും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നടക്കുമ്പോൾ ഒരു പ്രതിരോധം എന്ന നിലയിൽ 1.5 കോടി വോട്ടർമാരാണ് പോളിംഗ് ബൂത്തിലെത്തി 2 പെട്ടികളിൽ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. ഒന്ന് ടർക്കിഷ് പ്രതിപക്ഷ കക്ഷിയുടെ, അതായത് CHPയുടെ, അതായത് റിപ്പബ്ലിക്കൻ പീപ്പിൾസ് പാർട്ടി എന്ന് പറയുന്ന ഇക്രം ഇമമോഗ്ലുയുടെ പാർട്ടിയുടെ അംഗങ്ങൾ ഏതാണ്ട് 1.5 ലക്ഷം പേര് വോട്ട് ചെയ്തു. അതാണ് പാർട്ടി പ്രൈമറി വോട്ട് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അവരെ ജനസാമാന്യത്തെ, പാർട്ടി അംഗങ്ങൾ അല്ലാത്ത എന്നാൽ സിമ്പതൈസേഴ്സ് ആയ ജനങ്ങളെ വിളിച്ചു. 1.5 കോടി ആളുകളാണ് ഔപചാരികമായി, അതായത് ഒരു അനൗപചാരികമായി പക്ഷെ സിംബോളിക്കായി വോട്ടെടുപ്പിൽ പങ്കെടുക്കുകയും ഈ ആളിന് അനുകൂലമായി, ഇമമോഗ്ലുവിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹമാണ് തങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് 1.5 കോടി ജനം പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് ശക്തമായ ഒരു പ്രതിരോധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. അതുകൊണ്ട് എർദോഗാന്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ വലിയ തോതിലുള്ള ആഭ്യന്തര കലഹത്തിലേക്കും അശാന്തിയിലേക്കും ടർക്കി പോകാനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, ട്രംപിൻ്റെ നിലപാട് ഒരു മൃദു സമീപനം, ഇപ്പോൾ ഇറാനോടുള്ളൊരു സമീപനമല്ല തുർക്കിയോട് അദ്ദേഹത്തിൻ്റെ തുറന്ന സമീപനം നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു ജിയോ പൊളിറ്റിക്സിൽ ഈ തുർക്കിക്ക് എന്തൊരു സ്ഥാനമുണ്ട്? എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ എർദോഗാന്റെ നടപടിയിലൂടെ ഉണ്ടാകുക? ജിയോ പൊളിറ്റിക്കലി വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്താണ് ടർക്കി സ്ഥിതി ചെയ്യുന്നത്. ഒന്ന്, ടർക്കിയുടെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പാലമാണ് ടർക്കി. മധ്യധരണ്യാഴിയുമായി അടുത്ത് കിടക്കുന്ന സ്ഥലം. യൂറോപ്പിലെയും ഏഷ്യയിലെയും പവർ സെന്റേഴ്സുമായി ഒരു നിശ്ചിത അകലം മാത്രമുള്ള ടർക്കിയെ സംബന്ധിച്ചിടത്തോളം മധ്യ ഏഷ്യയിലും പശ്ചിമേഷ്യയിലും കിഴക്കൻ യൂറോപ്പിലുമുള്ള അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ ടർക്കിയെ കൂടെ നിർത്തേണ്ട ആവശ്യമുണ്ട്. അതേസമയം ടർക്കി എന്ന ജനത പൂർണ്ണമായി യൂറോപ്യനൈസ് ചെയ്യപ്പെട്ടിട്ടില്ല, ഇന്റഗ്രേറ്റഡ് ആയിട്ടില്ല. അതേസമയം ടർക്കിയിൽ ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള ഒരു ഭാഗമുണ്ട്. വളരെയധികം സെക്യുലർ മൈൻഡഡ്, അതായത് മതനിരപേക്ഷ ഒരു മനസ്സുള്ള ആളുകളുണ്ട്. അതേസമയം തീവ്ര റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളും ടർക്കിയിലുണ്ട്. അപ്പൊ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു പിന്തുണയോടുകൂടിയാണ് എർദോഗാൻ ഇപ്പോൾ അധികാരം നിലനിർത്തുന്നത്. നമുക്കറിയാം, ഹാഗിയ സോഫിയ പള്ളിയുടെ ഒക്കെ ഒരു പശ്ചാത്തലവും ആ പള്ളിയുടെ ഉടമസ്ഥാവകാശം മാറുന്നതും അതിന്റെ രീതികൾ മാറുന്നതും ഒക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഇതിനെല്ലാം പിന്നിൽ എർദോഗാന്റെ കുൽസിതമായ ബുദ്ധി അതിന് പിന്നിലുണ്ട് എന്ന് നിസ്സംശയം പറയാം. അതേസമയം ടർക്കിയെ പൂർണ്ണമായി പിണക്കുന്ന ഒരു നയം അമേരിക്ക എടുക്കണം. ടർക്കി നെയ്റ്റോയിലെ ഒരു അംഗമാണ്. സിക്ക് മാൻ ഓഫ് യൂറോപ്പ് എന്നാണ് പൊതുവെ ടർക്കിയെ കുറിച്ച് പറയുക. ടർക്കി അമേരിക്കയാണ് ആദ്യം 1940-കളിൽ യുദ്ധത്തിൽ തകർന്ന തരിപ്പണമായ ജർമ്മനിയോടൊപ്പം നിലനിന്ന, ഇറ്റലിയോടും ജർമ്മനിയോടും, അതായത് മുസോളിനിയോടും ഹിറ്റ്ലറോടും ചേർന്ന് നിന്ന ടർക്കികൾ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. ഗ്രീസും ടർക്കിയും ഒക്കെ പരാജയപ്പെട്ടു. അപ്പൊ ഗ്രീസിന്റെയും ടർക്കിയുടെയും പുനരുജ്ജീവനത്തിന് വേണ്ടിയാണ്, യൂറോപ്പിലെ വളരെ മോശപ്പെട്ട ഇക്കോണമികളായി 2 രാജ്യങ്ങളുടെ പുനരുജ്ജീവനത്തിന് വേണ്ടിയാണ് അമേരിക്ക വളരെ
വലിയ തോതിൽ മാർഷൽ പ്ലാൻ അനുസരിച്ച് വലിയ തോതിൽ ട്രൂമാൻ ഡോക്ടർ മാർഷൽ പ്ലാൻ ഇതൊക്കെ അനുസരിച്ച് വൻ തോതിലാണ് പണം പമ്പ് ചെയ്തത്. അങ്ങനെ രണ്ടു കാലിൽ നിൽക്കാൻ ത്രാണിയായ ടർക്കി ഇന്ന് വളരെ വികസിച്ചിരിക്കുന്നു. വലിയ തോതിലുള്ള GDP വർധനയുണ്ട്. അത് മാത്രമല്ല ടർക്കി ഒരു സിവിലൈസേഷണൽ എൻറ്റിറ്റിയാണ്. അപ്പൊ ടർക്കിക്ക് ഒരുപാട് എക്സ്പാൻഷനിസ്റ്റ് മോഹങ്ങളുണ്ട്. പണ്ട് ഒരു ടർക്കിഷ് എംപയറിന്റെ ബാക്കി പത്രമാണ് ഇന്നത്തെ ടർക്കി. അതുകൊണ്ട് ഭൂവിസ്തൃതി ഏറെ കുറഞ്ഞിരിക്കുന്നു. എങ്കിലും ടർക്കിഷ് സാമ്രാജ്യത്വ മോഹങ്ങളെ ഇപ്പോൾ നേഴ്സ് ചെയ്യുന്നത് എർദോഗാൻ എന്ന ഏകാധിപതിയാണ്. അദ്ദേഹം ആദ്യം പ്രധാനമന്ത്രിയായി 2003 അധികാരത്തിൽ വരുന്നു. 3 ടേം അദ്ദേഹം 4 ഇങ്ങനെ വർഷം പ്രധാനമന്ത്രിയായിട്ടിരുന്നു. 2014 മുതൽ അദ്ദേഹം പ്രസിഡന്റ് ആയി തുടരുന്നു. അദ്ദേഹത്തിനെതിരെ കാര്യമായ മത്സരം പോലും ഉണ്ടാകാറില്ല. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകൾ പ്രഹസനമായി മാറുന്ന ടർക്കിയിൽ ഏകാധിപത്യ പ്രവണതകൾ മുന്നോട്ട് പോകുന്നത് അമേരിക്കയ്ക്ക് അത്ര ശുഭകരമല്ല. പക്ഷേ ടർക്കിയെ പിണക്കാനാവാത്ത ഒരു അന്തരീക്ഷമായതുകൊണ്ട് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ന് ഹമാസുമായും ഹിസ്ബുള്ളയുമായും യുദ്ധത്തിൽ നിൽക്കുമ്പോൾ ടർക്കി ആക്റ്റീവായി ഇസ്രായേലിനെതിരെ രംഗത്ത് വരുന്നത് അമേരിക്കയ്ക്ക് സ്വീകാര്യമല്ലാത്തത് കൊണ്ട് ഒരു മൃദു സമീപനം, അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഒരു മൃദു സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല അമേരിക്കയോട് അടുപ്പമുള്ളതുപോലെ തന്നെ റഷ്യയോടും ഒരു അടുപ്പം പുലർത്തുന്ന രാജ്യമാണ് ടർക്കി എന്നത് വളരെ പ്രത്യേകമായി ഓർക്കേണ്ട ഒരു കാര്യവുമാണ്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയി ടർക്കിയുടെ കാര്യം മാനേജ് ചെയ്യുക എന്നത് അമേരിക്ക സംഭവിക്കുന്ന കാര്യവുമാണ്.